ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമ്പോൾ പന്ത് തട്ടുക കൊച്ചി ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലെ അസൗകര്യങ്ങളും ടീമിന്റെ യാത്രാ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിലയിരുത്താൻ കൊച്ചിയിലെത്തിയ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേര കൊച്ചി സ്റ്റേഡിയത്തിൽ സംതൃപ്തി പ്രകടിപ്പിച്ചതോടെയാണ് ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായത്. ഇനി എതിരാളികൾ ആരാകുമെന്നതാണ് തീരുമാനിക്കേണ്ടത്. ഓസ്ട്രേലിയയും ഐവറി കോസ്റ്റും സൗദി അറേബ്യയും ഒക്കെ സാധ്യതാ പട്ടികയിലുണ്ട്. സാധ്യത കൂടുതൽ ഓസ്ട്രേലിയക്കാണ്. നവംബർ 15-നാണ് മെസ്സി അടങ്ങുന്ന അർജന്റീന ടീം കൊച്ചിയിലെത്തുക. 18 വരെ ടീം കേരളത്തിലുണ്ടാകും. 16-നോ 17-നോ ആകും മത്സരം. സമയവും തീയതിയും തീരുമാനിക്കേണ്ടതുണ്ട്. അതിനു മുൻപായി സ്റ്റേഡിയം അടിമുടി നവീകരിക്കണം. ചില പോരായ്മകൾ കബ്രേര ചൂണ്ടിക്കാട്ടിയതായാണ് വിവരം. VIP ലോഞ്ചിലെ നിലവിലെ സൗകര്യങ്ങളിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചു. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് അടക്കമുള്ളവർ കളി കാണാൻ എത്തുമെന്നതിനാൽ കുറെ കൂടി സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊച്ചി സ്റ്റേഡിയത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ഏറെക്കാലമായി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥരായ GCDA ഇക്കാര്യം അംഗീകരിക്കുന്നില്ല. 70,000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുണ്ട് JLN സ്റ്റേഡിയത്തിന്. ഇപ്പോൾ അത്രയും ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. 54,000 വരെയാണ് ISL മത്സരങ്ങളിലെ പരമാവധി കാണികൾ. 2017-ൽ അണ്ടർ-17 ഫിഫ വേൾഡ് കപ്പിന് വേദിയായപ്പോൾ 23,000 കാണികളെ മാത്രമാണ് സ്റ്റേഡിയത്തിൽ പ്രവേശിപ്പിച്ചത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി 3-ാം നില ഒഴിച്ചിട്ടിരുന്നു. സൗഹൃദ മത്സരങ്ങളിൽ ഫിഫ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കപ്പെടാറില്ലാത്തതിനാൽ കാണികളുടെ എണ്ണത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടായേക്കും. കുറഞ്ഞത് 50,000 കാണികളെങ്കിലും സ്റ്റേഡിയത്തിൽ ഉണ്ടാകണമെന്ന ആവശ്യം കബ്രേര മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാണികളെ സ്റ്റേഡിയത്തിന് പുറത്തെത്തിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തുകയും വേണം. സ്റ്റേഡിയത്തിന്റെ പ്രവേശന കവാടങ്ങൾ തടസ്സങ്ങൾ നീക്കി നവീകരിക്കാൻ GCDA തീരുമാനിച്ചിട്ടുണ്ട്.